അങ്ങനെ 10 ദിവസത്തെ ഓണം വെക്കേഷൻ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഇന്ന് തിരിച്ചു പോവാണ് കേട്ടോ. ഞാൻ ഇരിങ്ങാട്ടിരിയിലേക്ക് പോകാൻ ഇറങ്ങിയിട്ടുണ്ട്. ഉണ്ണി അതേസമയം കൊച്ചോട്ടക്കും പോയിട്ടുണ്ട് കേട്ടോ. കുട്ടികളൊക്കെ കൂട്ടി പോയിട്ടുണ്ട്. തിരിച്ചു പോരുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. ഈ 10 ദിവസം കുട്ടികളൊക്കെ ഒരുമിച്ച് നല്ല രസമായിരുന്നു. ഓരോ കളിയും ചിരിയും തമാശയും തല്ലുകൂടലും ഒക്കെ കാണാനായിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരുമിച്ച് കുറേ ദിവസം നിന്നിട്ട് അതുപോലെ പോകുമ്പോൾ ഭയങ്കര ഇടങ്ങേറാണ്. പിന്നെ നാളെ സ്കൂൾ തുറക്കുകയാണല്ലോ, പോരില്ലാതെ നിവൃത്തിയില്ല. അപ്പോൾ എന്നെ കൊണ്ടാക്കാനായിട്ട് ഉമ്മയും പാപ്പയും വരുന്നുണ്ട് കേട്ടോ. ഞങ്ങളങ്ങനെ ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ച് പാപ്പാക്കൊരു കല്യാണം ഉണ്ടായിരുന്നു. ആ കല്യാണം കഴിഞ്ഞ് വരുമ്പോഴേക്കും ഞാൻ റെഡി ആയിട്ടുണ്ടായിരുന്നു. പാക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഒക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ വൈകിക്കൊന്നും ചെയ്യാണ്ട് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ പോണ വഴിയിൽ ഞങ്ങൾ വസന്തത്തിൽ കയറിയിട്ടുണ്ട്, മണ്ണാർക്കാട് ടെക്സ്റ്റൈൽസിൽ. ഉമ്മാക്ക് ചുരിദാറൊക്കെ നോക്കണമെന്ന് പറഞ്ഞിട്ട് കയറിയിട്ടുണ്ട്. അപ്പം ഞങ്ങളവിടെ ഡ്രസ്സൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇല്ലു ആകെ ഓടുന്നുണ്ട് കേട്ടോ. സാധാരണ പോലെ എവിടെ പോയാലും ചെയ്യുന്ന പോലെ തന്നെ. പക്ഷേ ഇവിടെ ഒരു സമാധാനം എന്താണെന്ന് വെച്ചാൽ ടെക്സ്റ്റൈൽസ് തിരക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മുടെ കണ്ണെത്തും, ബേബി ഉണ്ടായിരുന്നല്ലോ ഒപ്പം. അപ്പോൾ അവളങ്ങനെ അവിടുത്തെ ആൾക്കാരോടൊക്കെ കമ്പനി ആയിട്ടുണ്ട് കേട്ടോ. അവരോട് സംസാരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഡ്രസ്സും ഒക്കെ വാങ്ങി ഇറങ്ങിയിട്ടുണ്ട്. വീട്ടിലേക്ക് വരാനുള്ള മടി എന്ന് പറയുന്നത് ലഗേജ് പാക്കിങ്ങും അത് തിരിച്ച് അങ്ങോട്ട് പോകുമ്പോൾ തിരിച്ച് പാക്ക് ചെയ്യണമല്ലോ, അതൊക്കെ പോയി അവിടെ വീണ്ടും ഓർഗനൈസ് ചെയ്യണമല്ലോ എന്ന് ആലോചിക്കണതാണ് കേട്ടോ. വീട്ടിലേക്ക് പോകാനുള്ള മടി. കണ്ടോ, ഈ കണ്ടത് മൊത്തം എൻ്റെ ലഗേജാണ്. ഇതിൻ്റെ പുറമേ ഡിക്കിയിലും ഉണ്ട് കേട്ടോ. ആകെ നിറഞ്ഞിട്ടുണ്ട്. ഇങ്ങോട്ട് വീട്ടിലേക്ക് വരുമ്പോഴേ ഒരു ലോഡ് സാധനങ്ങൾ കൊണ്ടാണ് വരിക. ആവശ്യമില്ലെങ്കിലും ഇതിൽ ചില ബാഗൊന്നും ഞാൻ തുറന്നിട്ട് പോലുമില്ല. പക്ഷേ എങ്ങാനും ഇനി ആവശ്യം വന്നാലോ എന്ന് വെച്ചിട്ട് എല്ലാം പാക്ക് ചെയ്തെടുക്കും കേട്ടോ. പിന്നെ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ വീണ്ടും കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്നതിലേറെ സാധനങ്ങൾ എനിക്ക് തിരിച്ച് കൊണ്ടുപോകാനുണ്ടാവും. പിന്നെ പതിവ് പോലെ എന്തെങ്കിലും എത്ര പെറുക്കി കൂട്ടിയാലും എന്തെങ്കിലും മറന്നിട്ടുണ്ടാകും. അതിനി വീട്ടിൽ ചെന്നിട്ട് ഇതൊക്കെ അറേഞ്ച് ചെയ്യുമ്പോഴേ അയ്യോ അതെടുത്തിട്ടില്ലല്ലോ എന്നുള്ള ഓർമ്മ വരുള്ളൂ. പിന്നെ പോരുന്ന വഴിക്ക് ഞങ്ങൾ ചീരക്കുഴി കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വീട്ടിലേക്ക് കുറച്ച് ചെടികൾ മണ്ണലടിയിലേക്ക് ഉമ്മാക്ക് വാങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇരിങ്ങാട്ടിരിയിലേക്കും കുറച്ച് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ വണ്ടിയിലായപ്പോൾ ഏകദേശം ഫുള്ളായിട്ടുണ്ട്. പിന്നെന്താ, പോണ വഴിക്ക് ഞങ്ങൾ എണ്ണക്കടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. പാപ്പാക്കും ഒക്കെ ചായക്ക് കടി കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇല്ലു ഉറങ്ങും ചെയ്തു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഉച്ച സമയമാകൊണ്ട് ഉറക്കത്തിൻ്റെ ഒരു ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. പിന്നല്ലേ, ഇവിടുന്ന് മേലാറ്റൂർ റോഡ് എന്ന് പറയുന്നത് വളരെ മോശമാണ് കേട്ടോ. അവിടെ റോഡ് ഇല്ലയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നമ്മൾ ആ കുഴിയും കുണ്ടും ഒക്കെ ചാടി വീട്ടിലേക്ക് എത്തുമ്പോൾ ഒരു സമയമാവും. എന്താണെങ്കിലും ആ കുണ്ടും കുഴിയൊക്കെ താണ്ടി നമ്മളിതാ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. വന്ന പാടെ തന്നെ പാപ്പ എനിക്ക് ചെടികളൊക്കെ കുഴിച്ചിട്ട് തന്നു കേട്ടോ. പിന്നെ ഞങ്ങളങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞു. ഇതാ അമ്മയും പാപ്പയും പോയതിൻ്റെ സങ്കടമാണ് ഇല്ലൂന്. ഓൾക്കും പോകണം എന്ന് പറഞ്ഞിട്ട്. ഇനി ഇതാ ഈ ലഗേജൊക്കെ ഞാൻ എടുത്തോടത്ത് അടുക്കി വെക്കണം.